കാര്യങ്ങളിലേക്ക് ഇറങ്ങാം, അതാണ് സംസാരിക്കുന്നത്. ഇന്റർനെറ്റ് വേറെ കാര്യങ്ങളെ സംസാരിക്കുന്നത് നമ്മൾ അപ്പഴേ മനസ്സിലാക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കമ്മ്യൂണിക്കേഷനിലേക്ക് അപ്പം ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ ആ കമ്പനികൾ എന്താണ് വെച്ച് നമ്മൾ നല്ലതായിട്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല നേട്ടങ്ങളുണ്ടാവണം എന്ന് ഉദ്ദേശമുള്ള കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ഓക്കെ അതാണ് വെല്ലുവിളികളുണ്ട്, എതിർപ്പുകളും അല്ലേ, ധാരാളം എതിർപ്പുകൾ നമുക്ക് ഉള്ളവരാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറയുന്നത് സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയാം ഒന്ന് എൻ്റെ ക്ലാസ്മേറ്റാണ് മമ്മി, ഞാൻ അവരോട് ചോദിച്ചോണ്ടിരുന്നത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചത്. എന്നാലും മമ്മി പറയും ആ നീ എന്തു ആയിക്കോട്ടെ നീ ഇനി തയ്യാൻ മമ്മി പറയും എന്നോട് അപ്പനെന്ന് പറയും നിങ്ങൾ ഒരു പാപ്പനെയും പറഞ്ഞാലും ഞാൻ എപ്പോഴും ചോദിക്കുന്നു ആ അപ്പോഴമ്മ പറയും എന്നാൽ എന്തു ആയിക്കോട്ടെ നീ ഇനി അങ്ങനെ. അപ്പം നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് എതിർപ്പുകൾ അപ്പം നമ്മൾ വൈകിലാണ്. അപ്പൊ അത് നമ്മുടെ സോഷ്യൽ ചട്ടക്കൂടെ താമസിക്കുന്ന അമ്മയെ സംബന്ധിച്ചോളം അമ്മയ്ക്ക് അങ്ങനെ ഇതിലെ പറ്റുമോ? ക്രിയേറ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പൂർണ്ണകാലം പറയുന്നത്. ഒരു മറുപടിയില്ല, ഒരു ക്ഷീണമില്ല. അപ്പൊ അത് തന്നെ പൂർണ്ണകാലമായി ധാരാളം സ്വപ്നങ്ങൾ കാണുകയും അപ്പോൾ പൂർണ്ണകാലം തന്നെ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന കുമാരൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ചിരിക്കുന്നത് ഞാൻ ബസ്സിൽ നിൽക്കുമ്പോൾ എപ്പോഴും ചിരിക്കും. ഇത് നിസ്സാര കാണുന്നു ഒരു സജീവി കണ്ടായിരുന്നു അവരിത് പറഞ്ഞത് കേട്ടോടി ഭയങ്കര ചിരിക്കും. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ 30, 35, 40 വയസ്സുള്ള ചിരിക്കുന്നുള്ളത്? ഇല്ല. അവരെ പോയി ചിരിക്കാനുള്ള പ്രത്യേക കഴിവിലേക്ക് ഒരു കൗമാരം. പിന്നെ നാളത്തെ ഇന്ന് നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ നമ്മൾ നല്ല നമ്മളൊരു പറയുന്നത് നല്ല വിത്തകൾ നടുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ. ഇന്ന് നിങ്ങൾ നടന്ന കാര്യങ്ങൾ വളരെ ഇന്ന് നിങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തും, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ആദർശങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടോ അതെല്ലാം നാളെ നിങ്ങൾക്ക് വാല്യൂ ഉണ്ട്. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു കഴിവുള്ള വ്യക്തിയായിരിക്കും. നിങ്ങളിപ്പം പക്ച്വാലിറ്റി വെക്കുന്നയാളാണ്, നിങ്ങൾ ഓർഡറിലെല്ലാം സമയം വെക്കുന്നയാളാണ് അല്ലേ. രാവിലെ എഴുന്നേറ്റ് ഷീറ്റ് മടക്കുന്നു, വൃത്തിക്ക് വെക്കുന്നു, യൂണിഫോം ലൈനിൽ വെക്കുന്നു, യൂണിഫോം കഴുകുന്നു, വെറുതെ ഇരുന്ന് സമയം കളയാതെ വായിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, പത്രം വായിക്കുന്നു, നിങ്ങളുടെ റൂമുകൾ എപ്പോഴും അടുക്കി പറിച്ച് വെക്കുന്നു, വീട് അടുക്കി പറിച്ച് വെക്കുന്നു, ഓർഡറിൽ താമസിക്കുന്നു, പങ്ക്ച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ നാളെ നിങ്ങളൊരു ഓഫീസിൽ പോയി പ്രവർത്തിക്കുമ്പം അവിടെ നിങ്ങളിൽ വ്യത്യസ്തത മറ്റുള്ളവർക്ക് കാണാൻ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വ്യത്യസ്തത കാണാൻ സാധിക്കും. നിങ്ങൾ കാണിക്കുന്ന ആദർശങ്ങളിലും നിങ്ങൾ കാണിക്കുന്ന പ്രിൻസിപ്പിൾസിൽ വ്യത്യസ്തത കാണാൻ. അതാണ് നിങ്ങൾ ആദരവത്തിന്റെ നിങ്ങളെ വലിയ വ്യക്തി അവിടെ ആക്കി മാറ്റുന്നത്. നിങ്ങളെ വലിയ വ്യക്തിയാക്കി മാറ്റുന്നത് ഇപ്പം നിങ്ങളുടെ അച്ഛൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തി എന്താ പഞ്ചായത്തിന്റെ കാര്യം വളരെ സ്ട്രിക്റ്റാണ് അല്ലേ. കറക്റ്റാണ്. അച്ഛൻ എവിടെ ചെന്നാലും ലഭിക്കും. അച്ഛൻ അതുപോലെ കൃത്യത പാലിക്കാത്തതുകൊണ്ട് ഭയങ്കര പിണക്കും അല്ലേ. അപ്പം അപ്പൊ അറിയപ്പെടും. നമ്മൾ ആ ഒരു ഗുണത്തിലാണ് നമ്മൾ ടാങ്ക് ഡയറക്ടർക്ക് അച്ഛൻ എല്ലാവർക്കും പേടിയാന്നുണ്ട്. കാരണം കൃത്യത പാലിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇച്ചിരി ക്ലാസ് ആകെ ലേറ്റ് വന്നാൽ അവരത് കമ്മിയാണ് അതിലേക്ക്. കാരണം എന്തുകൊണ്ടാണ് ആ ഒരു ഗുണമേലുള്ളവരുണ്ട്. അപ്പം ഗുണമേലുള്ളവരായിട്ട് നമുക്ക് വരാൻ നമ്മൾ ഗുണമേലുള്ളവരാണ്. അതാണ് നമ്മളുടെ നമ്മളൊരു ഓർഡിനറി ബസ്സിൽ പോകുന്നതല്ല. അതിനുള്ള കഴിവല്ല നിങ്ങൾ നോക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ഓടുന്ന കഴിവാണ്. നമുക്ക് സൂപ്പർ ഫാസ്റ്റ് കാണുന്നൊരു ഓർഡിനറി ഓർഡിനറി എടുക്കുന്ന പിടിച്ചു അല്ലേ അല്ലേ എന്ന് പറയാം. എന്നാണ് കേട്ടോ 7 മണിക്കൂറോളം 7 എടുത്ത് വന്നില്ല അടിപടി ഇങ്ങനെ അല്ലേ അല്ലേ ഇല്ലേ ഇല്ലേ. അപ്പോൾ എക്സ്പ്രസ്സിൽ കയറാൻ നേരം ഞാൻ പണ്ട് ഇവിടെ ആദ്യം ജോലിക്ക് വന്ന സമയത്ത് എക്സ്പ്രസ്സിൽ കയറാൻ വന്നപ്പോൾ അവിടെ അന്ന് ഞാൻ മാരീഡൊന്നുമല്ല. അവിടെ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ് ചേർത്തലല്ല. അപ്പം ഞാനിവിടെ ഓടി എറണാകുളം ബസ് കയറാൻ വന്നപ്പം ആ കണ്ടക്ടർ പറഞ്ഞേ എക്സ്പ്രസ് ആണെന്നുള്ള ചിന്തയിൽ വേണം കയറാൻ. എക്സ്പ്രസ് ആണെന്നുള്ള ചിന്ത വേണം. കാരണം അത് എഴുതി നിർത്തത്തില്ല. പൈസ കൂടുതലായിരിക്കും. എല്ലാം കൊണ്ടും ഗുണമേൽ കൂടുതലുണ്ട്. ഗുണമേലുള്ള
നമുക്ക് ഗുണം നാളെ നിങ്ങളെ എത്ര വാല്യുബിളായി മാറണം? അത് ഇന്നത്തെ നിങ്ങളുടെ പ്രവൃത്തിയാണ് നാളെ നിങ്ങളെ വാല്യുബിളാക്കി. ഇപ്പം നമുക്കുണ്ടായ വഴക്കൊക്കെ പഠിക്കണമെന്ന് എന്നെ ചിട്ടയിൽ ചെയ്താൽ ജോലി നന്നായിട്ട് ചെയ്യാൻ ഒരു ഡൈനിങ് ടേബിൾ തുടച്ചാൽ തന്നെ അത് വൃത്തിക്ക് തുടയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. നാളെ നിങ്ങൾ വേറെ സ്ഥലത്ത് ചെയ്യുമ്പോൾ ഓഫീസിൽ നിങ്ങൾ ജോലി തുടങ്ങുമ്പോൾ നിങ്ങളെ വ്യത്യസ്ത ആൾക്കാരുടെ കാണാൻ അതൊരു അമ്മയുടെ കഴിവ്. എങ്ങനെയാണ് മക്കളെ വളർത്തുന്നത് അത് നന്നായിട്ട് മൂന്ന് തരത്തിലെ മാറ്റങ്ങൾ 4 തരത്തിലെ മാറ്റങ്ങളാണ് കൗമാര കുട്ടികൾക്കുണ്ടാകുന്നത്. ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് ഈ ക്ലാസ് ചെയ്യുന്നത് കാരണം 12:15 നിങ്ങൾക്ക് അരമണിക്കൂറോളം സംശയങ്ങൾ ചോദിക്കാനായിട്ട് അത് കുട്ടി. അപ്പം ഫസ്റ്റ് അപ്പം 5 തരത്തിലെ മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഒന്ന് ശാരീരികമായിട്ടുള്ള മാറ്റം നമ്മുടെ അല്ലേ, ശരീരത്തിന് വളർച്ച. നമുക്കറിയാം നമ്മൾ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രസ്റ്റിന് വളർച്ചയായി. അങ്ങനത്തെ ശരീരത്തിന് ഓരോ ഭാഗങ്ങൾ വളരെ. രണ്ടാമത്തെ ഞാൻ നിങ്ങളെ പറഞ്ഞു ഹോർമോണിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകും. ഹോർമോണിന്റെ ഇതുണ്ടാകുമ്പോഴേക്കും നമ്മുടെ മനസ്സിന് മാറ്റങ്ങൾ, നമുക്ക് മനസ്സിന്റെ മാറ്റം വരുന്നത് ദേഷ്യം കൊടുക്കും, കുടുംബപ്പെട്ട വാശി കൊടുക്കും അല്ലേ. രണ്ടെണ്ണം നമ്മൾ പറയും, നിങ്ങൾ പറയും തിരിച്ച് പറഞ്ഞു രണ്ടെണ്ണം പറയും. കാരണം അത് ഇമ്പോർട്ടൻസ് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്നല്ല ഹോർമോൺ നമ്മൾ ബാധിക്കുന്നത്. മൂന്നാമത് ഇമോഷണൽ ആക്ടിവിറ്റി, അതായത് വൈകാരികമായിട്ടുള്ള നമുക്ക് അസ്ഥിരത നമുക്ക് ഉണ്ടാകും. അതായത് ഇപ്പം കണ്ണുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് തിരിച്ചു ഭയങ്കര പിണക്കം നിസ്സാര കഴിഞ്ഞു മമ്മി എനിക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ട് എല്ലാം ഒന്നാ വേണ്ടിയിട്ടു അപ്പം ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ടുള്ള മൂഡ് വല്ലാതെ തരത്തിരിക്കുന്നത്. ചിലർക്ക് മെൻസസ് ആകുമ്പോൾ ഈ മൂഡ് സ്വിങ്സ് പോകും. പിന്നെ ഹോർമോൺ പ്രവർത്തനമൊക്കെ കുറച്ച് ഇംബാലൻസ് അതും നന്നായിട്ടുണ്ടാവും. അപ്പോൾ വൈകാരിക. പിന്നെ നാലാമത് ഞാൻ പറഞ്ഞത് മാനസിക മാറ്റങ്ങൾ അല്ലേ. അഞ്ചാമത്തത് എന്ന് വെച്ചാൽ നമുക്ക് സാമൂഹിക മാറ്റങ്ങളുണ്ട്. സമൂഹത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇത്ര ബോധം വെച്ചാൽ നല്ല ബോധം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ. ഇത് നമ്മുടെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് മാറ്റങ്ങളും. അതാ ചില പിള്ളേരൊക്കെ ആ പുറത്തിൽ ഈ പുറത്തിൽ അല്ലേ ഇതുപോലെയൊന്നും അല്ല, ശരിക്കും ഇതല്ല ബൈബിൾ അതാണ്. ബൈബിൾ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് ആർക്കും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അല്ലേ. അതിന്റെ ബേസിക് തത്വമാണ് ഞാൻ നിങ്ങളോട്. ഞങ്ങൾ പള്ളി നിന്ന് പ്രാർത്ഥിച്ചാലും നമ്മളൊരു ബന്ധുക്കാർ നടത്തി പോയാലും പക്ഷെ നമ്മളുടെ ഒരു കൾച്ചറിലേക്ക് നമ്മളെപ്പോഴും വളരാൻ മറ്റുള്ളവർ പറയും ഇതാണ് അതാണ് ഇതാണ്. അപ്പൊ ഈ പ്രായത്തിലാണ് നമുക്ക് മതപരമായിട്ടുള്ള ഡിഫറൻറ്റ് ചിന്തകൾ നമ്മളിലേക്ക് വൈകാരികമായിട്ട് മാറ്റിയിട്ടാണ്. 4 കാര്യം. ഒന്ന് അവനോട് ഭയങ്കര സ്നേഹം. ഇതെന്നാന്നറിയാം, കൗമാര പിള്ളേർ കൂടുതലും അവനോനിൽ ഒതുങ്ങാന്നു. അതാണ് വീട്ടിലുള്ളവർ പറയുന്നത്. ചിലപ്പം പറയും എന്നാ മാഡം എന്നാ പറഞ്ഞാൽ കേൾക്കുന്നു, ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാൻ മതി കട്ടോലി. എന്നാൽ കൊച്ചുകൊച്ചോടെ പറഞ്ഞാൽ അവൻ കൃത്യം ഗ്ലാസ് എടുത്തുകൊണ്ട് എന്താണ് ഒത്തിരി അവനവനെ പറ്റി ചിന്തിക്കുന്ന പ്രായം. സെൽഫ് ലവ് പറയും. അതായത് എനിക്ക് എൻ്റെ സമയം മുഴുവൻ കണ്ണാടി നോക്കാനും ഞാൻ എൻ്റെ ബ്രഷ് കവർ നോക്കാനും. ഇപ്പം എൻ്റെ മോളെ ആണെങ്കിൽ ഞാനിപ്പം വിളിക്കുക എന്തെങ്കിലും കാര്യത്തിൽ ഞാനിത് പെട്ടെന്ന് വലിയ മോളെ പറയും മോളെ നീ എന്നാ അതൊക്കെ എടുത്ത് വെക്കടി. അവിടെ ഒരുക്കം 2 മണിക്കൂർ കഴിഞ്ഞാലും ഒരുങ്ങി തീർന്നാലും തിരിച്ചു മൊത്തം തിരിഞ്ഞ് കൊണ്ട് നോക്കും. മുടി തന്നെ ചെയ്യാനായിട്ട് അവർ തമ്മിൽ ലക്ഷ്യങ്ങൾ. ഒരു മുടി തന്നെ 4, 5, 10, 20 പ്രാവശ്യം ഇങ്ങനെ ചെയ്യപ്പെടും. അത് എടി അങ്ങനെ 10 പ്രാവശ്യം ചെയ്യുന്നതിന് മുടി പോകും. ആ മമ്മി ഉണ്ടായിരിക്കും എൻ്റെ. പിന്നെ ഈ സമയം ഉണ്ടെന്ന് പറഞ്ഞാലും അത്യാവശ്യം കഴിഞ്ഞാലും വീണ്ടും പോയി കണ്ണാടി മുന്നിൽ പോയി അടുത്ത മണി ഇപ്പൊ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ പറയും എനിക്ക് കുറച്ചുകൂടെ ആ കുറച്ചുകൂടെ ഒന്നും തീർക്കും. ഇറങ്ങി കാറിനകത്ത് കയറി അതിനോ കുറച്ചുകൂടെ ഉള്ള കാര്യം